ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിന്റെ വാദങ്ങൾ കേന്ദ്രത്തിന്റെ മറുപടിയിലൂടെ പൊളിഞ്ഞുവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണെന്നും സർക്കാരും UDFും കേരളത്തെ വഞ്ചിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സംഘപരിവാർ ഡീൽ എന്നാരോപിച്ച് സമരം ചെയ്തവർ ഇപ്പോൾ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുന്നതിനും ലഭിക്കാത്ത ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതുമായ ജീവിതത്തിൽ സംസ്ഥാന സർക്കാർ പിന്മാറണം. ധാരണാപത്രത്തിലെ ക്ലോസ് ഉപയോഗിച്ച് PMC പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണം. UDFിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്താപ്പാണ് PMC പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്നത്. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്താപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒരുങ്ങി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ UDF കൂട്ടുനിൽക്കുകയാണ്. PMC പദ്ധതി BJPയുമായുള്ള രഹസ്യധാരണയാണെന്നും ആരുടെ രക്ഷിക്കാനാണെന്നും ചോദിച്ച നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നതാണോ അതോ ഇപ്പോൾ BJPയുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണോ എന്ന് KC വേണുഗോപാൽ